വ്യാവസായിക പ്രാധാന്യമേറിയ കളമശ്ശേരി കേരളത്തിലെ വികസിത മണ്ഡലങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരി വിദ്യാഭ്യാസ മേഖലയിലും യശസ് ഉയർത്തിയാണ് അഭിമാനമായി മാറുന്നത്. കേരളത്തിന്റെ വ്യാവസായിക രംഗത്തിന് വൻ മുന്നേറ്റത്തിന്റെയും സാധ്യതകളുടെയും പറുദീസയൊരുക്കിയാണ് കളമശ്ശേരി കാലത്തിന്റെ കൈവഴിയിലൂടെ മണ്ഡലം MLA കൂടിയായ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ കുതിക്കുന്നത്. നമ്മുടെ വികസനം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് ചിലരുടെ ധാരണ ഒരു റോഡ് പണിയുക, കുറേ കഴിയുമ്പോൾ അത് പൊളിച്ച് അടുത്ത് പണിയുക, പിന്നെ വീണ്ടും അതേ റോഡ് തന്നെ പണിയുക, അല്ലെങ്കിൽ പാലം പണിയുക, ഇതൊക്കെയാണ് വികസനം എന്നൊരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ടായിരിക്കും. ഇവിടെ നടപ്പിലാക്കുന്ന വികസനം സമഗ്രമായ വികസനമാണ്. അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾ മുതൽ നാടിൻ്റെ തൊഴിൽ മേഖലയിൽ, വ്യവസായ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരു സമഗ്ര വികസന പദ്ധതിയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മുന്നേറുന്ന കളമശ്ശേരി ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും തനതായ മുന്നേറ്റത്തിലൂടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഗവേഷണ രംഗത്തിന് വൻ കുതിപ്പ് വിഭാവനം ചെയ്തുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് 252 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി അനുവദിച്ച ഏറ്റവും വലിയ തുകയാണിതെന്ന പ്രത്യേകതയും ശ്രദ്ധേയമാണ്. കുസാറ്റുമായി ചേർന്ന് 200 കോടി രൂപ വിനിയോഗിച്ച് സയൻസ് പാർക്ക് എന്ന സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണവും കളമശ്ശേരിയുടെ ശാസ്ത്ര സാങ്കേതിക വഴിയിലെ വിളക്കുമരമായി മാറും. കളമശ്ശേരി IT വകുപ്പിന് കീഴിൽ ഇന്നവേഷൻ സെന്റർ ആരംഭിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്. 250 കോടിയിലേറെ രൂപയാണ് പദ്ധതിക്കായി പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 5 കോടിയിലേറെ രൂപയാണ് ചെലവഴിച്ചത്. അംഗനവാടികളെല്ലാം സ്മാർട്ടാക്കുന്നു. LP UP കുഞ്ഞുങ്ങൾക്ക് കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങളാകെ 32 കോടിയോളം ചെലവഴിച്ച് നവീകരിക്കുന്നു. സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നു. ഒപ്പം തന്നെ 3 കോടി ചെലവഴിച്ച് സ്കൂളുകളെല്ലാം റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് സ്ഥാപിച്ച് കുഞ്ഞുങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജുകളിൽ അതിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നു. വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെയുള്ള കുട്ടികൾക്ക് തൊഴിൽ പരിശീലനത്തിനുള്ള അവസരം നൽകുന്നു. പിന്നെ കളമശ്ശേരിയുടെ കൃഷിയിടങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കൃഷിക്കൊപ്പം കളമശ്ശേരി
ഏകദേശം 15 കോടി ചെലവഴിച്ച് തോടുകളുടെ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചു. ഒഴുക്ക് ദുർബലപ്പെടുത്തുന്ന രൂപത്തിലുള്ള കലുങ്കുകൾ, ചെറിയ പാലങ്ങൾ ഇവയെല്ലാം പൊളിച്ച് വെള്ളത്തിന് താഴെ ഒഴുകാനും മനുഷ്യർക്ക് മുകളിൽ നടക്കാനും കഴിയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചു. അതേപോലെ തന്നെയാണ് ഗതാഗതത്തിൽ 23 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളായി. കഴിഞ്ഞ 20 വർഷത്തോളം എത്രയാണ് വീതിയെന്ന് നിശ്ചയിക്കാൻ പോലും കഴിയാതിരുന്ന 3 റോഡുകൾ, ഒന്ന് ആലുവ ആലങ്ങാട്, മറ്റൊന്ന് മുട്ടാർ മഞ്ഞൂമൽ, പിന്നെ കങ്ങരപ്പടി മുണ്ടൻപാലം കങ്ങരപ്പടി, ഈ 3 റോഡുകളുടെ അവരുടെ വീതി നിശ്ചയിച്ചു, അലൈൻമെൻറ്റ് ഉറപ്പിച്ചു, സ്ഥലമേറ്റെടുക്കൽ മുന്നോട്ട് പോകുന്നു. ആലുവ ആലങ്ങാടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കായിക മേഖലയിൽ 3 ഗ്രൗണ്ടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു. 200ഓളം ക്ലബ്ബുകൾ ആവശ്യമായ രൂപത്തിലുള്ള കായിക ഉപകരണങ്ങൾ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. ആരോഗ്യമേഖലയിലും കരുതലിന്റെ കരങ്ങളുമായുള്ള പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. കളമശ്ശേരിയിലെ ക്യാൻസർ സെന്ററിനെ മധ്യ കേരളത്തിലെ ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ 466 കോടി രൂപയാണ് അനുവദിച്ചത്. ഇങ്ങനെ എല്ലാ മേഖലയിലും. ഒപ്പം തന്നെ ജുഡീഷ്യൽ സിറ്റി, 1000 കോടിയുടെ ജുഡീഷ്യൽ സിറ്റി വന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വിട്ടുപോയ കല്ല് പോലും കാണാതിരുന്ന ക്യാൻസർ സെന്റർ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തിലേക്ക് വരികയാണ്. കളമശ്ശേരി, ഏലൂർ മുനിസിപ്പാലിറ്റികളിൽ നമുക്ക് ഹോമിയോ ആശുപത്രി ആരംഭിക്കാനും കഴിഞ്ഞു. 5 വെൽനസ് സെന്ററുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി, കേന്ദ്ര പദ്ധതിയുടെ കൂടി ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖലയിൽ നിന്നും ഏറ്റെടുത്ത കൊച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുവാൻ 368 കോടി രൂപ ചെലവിടുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഇത് ഏറെ പ്രതീക്ഷ നൽകുകയാണ്. ഇവിടെ കാത്ത് ലാബ് നിർമ്മാണത്തിനായി 461 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ജലക്ഷാമം പരിഹരിച്ച് ജനങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ 46 കോടി രൂപയാണ് വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി വകയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ കരുമാലൂർ കുന്നുകര പദ്ധതി, അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പം നിർമ്മാണം അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒത്തിരിയേറെ പദ്ധതികളാണ്. പറഞ്ഞാൽ
ഏറെ സമയമെടുക്കുന്ന രൂപത്തിലുള്ള സമഗ്രമായ പദ്ധതികൾ. ഒപ്പം വ്യവസായ മേഖല വലിയ മുന്നേറ്റം. 70 ഏക്കറിലുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ലോജിസ്റ്റിക്കിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാറായി. കഴിഞ്ഞ ദിവസം മറ്റൊരു ലോജിസ്റ്റിക് പാർക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പെനറ്റോണിയുടെ ലോജിസ്റ്റിക് പാർക്കും അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിൻ്റെ കല്ലിടലിലേക്ക് വരികയാണ്. വ്യവസായ മേഖലയിൽ മാത്രമല്ല നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ ഇന്നോവേഷൻ സെൻറ്റർ നിർമ്മാണം പൂർത്തീകരിക്കാറായി. ഗ്രഫീൻ അറോറ പ്രൊജക്റ്റ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാറായി. IIM കാലിക്കറ്റിൻ്റെ കളമശ്ശേരി ക്യാമ്പസ് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാൻ രൂപത്തിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വിവിധ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ വ്യാവസായിക പ്രാധാന്യമേറിയ കളമശ്ശേരി സർവതോന്മുഖമായ വികസനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നേറ്റം തുടരുന്നത്, കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. കളമശ്ശേരി കാലത്തിന്റെ കൈവഴികളിലൂടെ പുത്തൻ വികസന അധ്യായങ്ങളുമായി യാത്ര തുടരുകയാണ്. ജനസ്പന്ദനങ്ങൾ നെഞ്ചിലേറ്റി. പുരാതന കാലത്ത് നെടുങ്ങനാട് സ്വരൂപത്തിൻ്റെ ഭാഗമായിരുന്ന പട്ടാമ്പി അറിവിൻ്റെയും കലയുടെയും സമന്വയ ഭൂമി കൂടിയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള പട്ടാമ്പിയുടെ വികസന വഴികളിലൂടെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പി മണ്ഡലം അറിവിൻ്റെയും കലയുടെയും സമന്വയ ഭൂമിയായി നിലകൊള്ളുമ്പോൾ വികസന വിഷയത്തിലും ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയങ്ങളായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഗതാഗതം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന പദ്ധതികളാണ് മണ്ഡലത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികൾക്ക് കരുത്തു പകർന്ന് കിഫ്ബി നിരവധിയായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലം വികസനത്തിന്റെ പുതിയ പാത വെട്ടിത്തുറക്കുകയാണ്. മഴക്കാലമെത്തിയാൽ പഴയ പാലം വെള്ളത്തിൽ മുങ്ങുന്നത് രൂക്ഷമായ യാത്രാക്ലേശത്തിന് കാരണമായി മാറുമ്പോൾ ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പട്ടാമ്പി പാലം ജനങ്ങളുടെ എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു. പട്ടാമ്പി പാലം, ആ പട്ടാമ്പി പാലത്തിന് ഫണ്ട് വെക്കുകയും അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു.
35 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനവും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. പട്ടാമ്പി ആർച്ച് ജംഗ്ഷനെയും ഞാങ്ങാട്ടിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഉയരുന്നതോടെ വൻ വികസന മുന്നേറ്റത്തിനും ഇത് വഴിയൊരുക്കും. നമുക്കറിയാം, നേരത്തെ നമുക്ക് മേൽപ്പാലങ്ങളെക്കുറിച്ച്, റെയിൽവേ മേൽപ്പാലങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇന്ന് 3 മേൽപ്പാലങ്ങൾക്കാണ് കിഫ്ബി ഫണ്ട് വെച്ചത്. വാടനാംകുറിശി മേൽപ്പാലം, അതുപോലെ തന്നെ വല്ലപ്പുഴ മേൽപ്പാലം, നമ്മുടെ കൊടുമുണ്ട മേൽപ്പാലം. അതിൽ വാടനാംകുറിശി പൂർത്തീകരിക്കുന്നു, വല്ലപ്പുഴ നിർമ്മാണം ആരംഭിക്കുന്നു, മറ്റേ കൊടുമുണ്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുകയാണ്. ഷൊർണൂർ റോഡിന്റെ വികസനത്തിനായുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കാൻ 10.50 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പട്ടാമ്പി നില IPT റോഡ് വീതി കൂട്ടി സൗകര്യമൊരുക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നില IPT റോഡ്. അത് നവീകരിക്കാൻ, സാധാരണ ഒരു റോഡായിട്ട് മാത്രമല്ല, അതിന് വീതി കൂട്ടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈന് മാറ്റാനും KSEB മാറ്റാനും, ഒപ്പം തന്നെ നമ്മുടെ 2 ടൗണുകൾ, ഓങ്ങല്ലൂർ ടൗണും അതുപോലെ പട്ടാമ്പി ടൗണും നവീകരിക്കാനും ഒക്കെ അതിൽ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് മനോഹരമായ റോഡായിട്ട് അതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും ഫണ്ട് തന്നത് കിഫ്ബിയാണ്. പട്ടാമ്പി ആമയൂർ റോഡ് മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ്. കിഫ്ബിയിൽ അതിനും ഫണ്ട് വകയിരുത്തുകയും അതിന്റെ ടെൻഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പിയിൽ നമുക്കറിയാം, തടയണകളുമായി ബന്ധപ്പെട്ട് കാലടിക്കുന്ന് തടയണ, അത് നമ്മുടെ തിരുവേഗപ്പുറയിൽ അതിന്റെ നിർമ്മാണം ആരംഭിച്ചത് കിഫ്ബി വഴിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് നമ്മുടെ മൂതിക്കയം റെഗുലേറ്റർ. അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതി. 5 കോടിയിലധികം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ഭരണാനുമതി ലഭ്യമായി. താലൂക്കിലെ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന പട്ടാമ്പി റവന്യൂ ടവർ ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായി മാറും. 34.64 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് മുനിസിപ്പൽ ടവറും റവന്യൂ ടവറും. മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. കിഫ്ബിയുടെ ഒരു സുപ്രധാനമായ ഒരു പദ്ധതിയിലൊന്നാണ്. അതുപോലെ റവന്യൂ ടവർ, നമ്മുടെ റവന്യൂ ആസ്ഥാനം മാറാൻ പോവുകയാണ്. അതിനും ഫണ്ട് ലഭ്യമാക്കി അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു. നമുക്കറിയാം, പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് 15 കോടി അനുവദിച്ചു. റെയിൽവേയുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ
ഇപ്പോൾ നമ്മുടെ ഈ റവന്യൂ ടവർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നിലവിലുള്ള 3 നില കെട്ടിടവും ഇപ്പോൾ കിഫ്ബി പ്രഖ്യാപിച്ച ഫണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് സെന്ററും അതോടൊപ്പം തന്നെ നമുക്ക് താലൂക്ക് ആശുപത്രിയുടെ മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമായി നടക്കും എന്നുള്ളതാണ്. മണ്ഡലത്തിലെ സർക്കാർ സ്ഥാപനങ്ങളെ ഡിജിറ്റലായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ഫോൺ പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 5 കോടിയോളം രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. കിഫ്ബിയിൽ ഇനിയും പദ്ധതികൾ നമ്മുടെ പട്ടാമ്പി കോളേജിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ടെൻഡർ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളേജിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ടെൻഡറിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം നിൽക്കുകയാണ്. അതുകൂടി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഈ ഭാഗമായി ഇപ്പോൾ വരാൻ പോകുന്നത്. കൊണ്ടയൂർ പാലം ഇതുപോലെ പ്രഖ്യാപിച്ചതാണ്. സ്ഥലമേറ്റെടുപ്പാണ്, തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സ്ഥലമേറ്റെടുപ്പിന്റെ പ്രവർത്തനം നടക്കുകയാണ്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ച നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് ഫണ്ട് വെച്ച് മുന്നോട്ട് പോകാൻ വലിയ കരുത്ത് തന്ന കിഫ്ബി സംവിധാനം നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായ തീരുമാനമായിരുന്നു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇത്രയും വലിയ വികസനങ്ങൾ സ്വപ്നം കാണാൻ കാണുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നടക്കില്ലായിരുന്നു. അതിന് ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോയ നമ്മുടെ തോമസ് ഐസക്ക്, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും നന്ദി അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഓരോന്നും പടിപടിയായിട്ട് യാഥാർത്ഥ്യമാകുകയാണ്. കിഫ്ബി നിലനിൽക്കേണ്ടതുണ്ട്. കിഫ്ബിക്ക് കരുത്തു പകർന്ന നമ്മുടെ ഗവൺമെന്റും നിലനിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇത്രയും പദ്ധതി തന്നത്. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 5 കോടിയോളം രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. നൂതനങ്ങളായ പദ്ധതികളിലൂടെ പട്ടാമ്പിയുടെ മുഖച്ഛായ മാറുകയാണ്. കാലത്തിന്റെ ചുമരുകളിൽ തെളിയുന്ന നാടിന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള വികസന കുതിപ്പിലൂടെ.